പരീക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. യെശയ്യാ 54 പറഞ്ഞത്. കർത്താവ് അരുളി ചെയ്തു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടി ആർക്കുക, പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഫക്രുമതികളുടെ മക്കളെക്കാൾ അധികം. ഹല്ലേലൂയ. ദൈവത്തിന് മക്കളുണ്ട് കേട്ടോ. ദൈവം കുഞ്ഞായിട്ടൊക്കെ മാറുക. Can you imagine? God becomes your baby. നിനക്കെങ്ങനെ കയ്യിലെടുത്ത് രാരീരം പാടാൻ കൊഞ്ചിക്കാനായിട്ട്. ഹല്ലേലൂയ. ഈശോയെ എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ. ഹല്ലേലൂയ. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എടുത്ത് നിങ്ങൾ ലാളിക്കാറില്ലേ? ഇതാ മകളെ ക്രിസ്ത്യാനിറ്റിയുടെ പവറായത്. ദൈവ സുവിശേഷത്തിന്റെ പവറായത്. നിനക്ക് ദൈവത്തെ കൊഞ്ചിക്കാം. നമ്മുടെ ജസ്റ്റിസിനെ എഴുതിയ പാട്ടല്ലേ ഞങ്ങളെ പഠിപ്പിച്ച ജസ്റ്റിൻ മനക്കല്? എസ് ആണോ? ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് അച്ഛൻ ട്യൂൺ ചെയ്താ. ഉമ്മ വെച്ചു ഹറ്റി അല്ലേ? എന്താണ് പാട്ട്? പൈതലാ യേശുവേ ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയ ഉന്നതനേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാലാ കൈയടിച്ച് പാടിക്കേ. ലാലാ പാട ലാലാ ഒന്നോ ചിന്തിക്കണം ഇതിനെപ്പറ്റി. ചില സന്യാസ ഭവനങ്ങളിലെ ക്രിസ്മസിന് അന്ന് ഈശോ ജനിച്ച അന്ന് അവർ കിടന്ന് ഉറങ്ങില്ല. അവർ ഉണ്ണീശയെ കൊഞ്ചിക്കും. പ്രത്യേകിച്ച് എന്താ പറയണേ, ഈ ക്ലോയിസ്റ്റർ, നമ്മുടെ മിണ്ണാമടം പോലുള്ള മഠങ്ങളില് സിസ്റ്റേഴ്സിൻ, അവർക്ക് തന്നെ ഒരു ക്യൂബിക്കിൾ അവരൊരിക്കലും മുറിക്ക് വെളിയിൽ ഇറങ്ങത്തില്ല. ആ സെല്ലിനകത്ത് അവരുടെ പ്രാർത്ഥനയും ജോലിയുണ്ട്. ആ സെല്ലിനകത്തിൻ്റെ ജോലി ചെയ്ത് ഭക്ഷണം അവിടെ കൊണ്ട് വാതൊക്കെ വെച്ച് കൊടുക്കും. പക്ഷെ 25-ാം തീയതി കഴിഞ്ഞ് ഓരോ ദിവസവും ഒക്കെ ഈശോയെ കൊടുക്കും. അവരാ ഉണ്ണീശയെ ആരാധിക്കും, ഉണ്ണീശയെ കൊഞ്ചിക്കും, ഉണ്ണീശയെ ലാളിക്കും. ഉണ്ണീശോയുടെ സ്നേഹം കൊണ്ട് അവർ നിറയും. ഹല്ലേലൂയ. ചിലപ്പോൾ അവർ പറയും മാലാഖമാര് വന്നായിരുന്നു ഇന്നലെ രാത്രി. ഒറ്റയ്ക്കല്ല പാടിയത്. അവരിങ്ങനെ ഉണ്ണീശോയെ പാടി 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 ആരാധിക്കുമ്പോൾ മാലാഖമാർ ഒന്ന് കൂടെ നിന്ന് പാടുന്ന അനുഭവം. Can you imagine? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഒരു വലിയ ആനന്ദത്തിലേക്ക് കർത്താവ് വിളിക്കുക മക്കളെ. ഇതൊരു വല്ലാത്തൊരു സന്തോഷമാണ്. ഹൃദയം അല്ലെ, എല്ലാവർക്കും ക്രിസ്മസ് വലിയ സന്തോഷമാണ്. എല്ലാവർക്കും ക്രിസ്മസ് സന്തോഷമാണ്. ഹല്ലേലൂയ. 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 എല്ലാവരും നക്ഷത്രം വിടും. ഈശോ വരുന്നുള്ള ഓർമ്മപ്പെടുത്തല. സ്റ്റാർ സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട നക്ഷത്രമാ ക്രിസ്തു. മക്കളെ എന്തുമാത്രം അർത്ഥമുണ്ടെന്ന് പറയാം നക്ഷത്രമൊക്കെ ഇടുന്നതിന്. ഹല്ലേലൂയ. ഒരു ഓർമ്മപ്പെടുത്തൽ, ക്രിസ്മസ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഹല്ലേലൂയ. 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 ഈ ഒരു ആനന്ദം അനുഭവിക്കാൻ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കാം മക്കളെ. ജീവിതത്തിൻ്റെ ദുരിതങ്ങളും ദുരന്തങ്ങളെയും ഒക്കെ പറ്റി നമ്മുടെ വിഷയമാണ്. അതുകൊണ്ട് നീ ദൈവത്തെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തേ. നിന്റെ സമ്പത്ത് നിനക്ക് സന്തോഷം തരുന്നില്ല, സങ്കടപ്പെടുത്തും. കോടീശ്വരൻ പിന്നെയും കോടീശ്വരനാകാൻ നോക്കുക. ഒരു മാളുള്ളവൻ വേറൊരു മാള് പണിയാൻ നോക്കുക. ഒരു കടയുള്ളവൻ രണ്ടാമത്തെ കട പണിയാൻ നോക്കുക.
സ്വാർത്ഥതയാ മക്കളെ. Behind money there is greed, ആർത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കെടുത്തുകളെ ദൈവത്തെ. പൈസ എല്ലാം ജീവിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. പക്ഷെ ആർത്തി, ഗ്രീഡ്. ഹല്ലേലൂയ. 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 അത് ക്രിസ്മസ് ഒക്കെ ഒരു പങ്കുവെക്കലാണ്. അപ്പോൾ ദൈവം തന്റെ കുഞ്ഞിനെ നമുക്ക് പങ്കുവെച്ച് തന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളെ ദൈവം ഇടപെടുക, ദൈവത്തിന്റെ കരുണയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ സ്നേഹം നമുക്ക് അനുഭവിക്കണം മക്കളെ. ഏത് തകർച്ചയിലാണേലും ശരി നമ്മൾ നന്നായിട്ട് കുമ്പസാരിക്കണം. ഒന്നാമത് ഹൃദയത്തിൽ നിന്ന് വെളിച്ചമുണ്ടെങ്കിൽ ജീവിതം മുഴുവൻ വെളിച്ചമുണ്ട്. നമ്മൾ വെളിയിലൊക്കെ ലൈറ്റ് ഇട്ട് നോക്കും, പക്ഷെ അകത്ത് ലൈറ്റില്ല. അകത്ത് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. വെളിപാടിന്റെ പുസ്തകം വായിച്ച് പിന്നെ സൂര്യനില്ല, ചന്ദ്രനില്ല, പിന്നെ കർത്താവാ പ്രകാശം. പിന്നെ വെളിയിൽ നിന്നല്ല പ്രകാശം വരും, പിന്നെ അകത്തുനിന്നാണ് പ്രകാശം വരുന്നത്. എൻ്റെ ദൈവമേ, ആരോടൊക്കെയാണോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക? ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബ പ്രകാശികൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പ്രകാശം വരണം. ഈശോ നമ്മുടെ ഹൃദയത്തിലാണ് വരുന്നത്. ഈശോ ജനിക്കാൻ പോകുന്ന നമ്മുടെ ഹൃദയത്തിലാണ്. ലൂക്കാസ് വലിയൊരു പ്രഭാപൂരം പരന്നു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈശോയുടെ പുൽക്കൂട്ടിൽ വലിയ പ്രഭാപൂരം. ഈശോ വന്നു കഴിയുമ്പോൾ ഒരു പ്രകാശമാണ്. ഹല്ലേലൂയ. 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 ഇന്നു മുതൽ 17-ാം തീയതി അല്ലേ ഇന്ന്? 17. ഇന്നു മുതൽ 24 സഭ കർശനമായ ഒരുക്കം പറഞ്ഞേക്കുക. ഇതുവരെയുള്ള ദിവസങ്ങൾ ഇനി ഓരോ 17-ാം തീയതിയുടെ പെരുന്നാൾ, 18, 19, 20 ഓരോ ദിവസം വെച്ച് എഴുതി വെച്ച് പ്രാർത്ഥന. അച്ഛന്മാരെ സംബന്ധിച്ച് യാമപ്രാർത്ഥന ഇന്നു മുതൽ വ്യത്യാസമാണ്. കുർബാനയുടെ പ്രാർത്ഥനകൾ ഇന്ന് അച്ഛൻ ചൊല്ലാൻ പോകുന്ന അന്തോണിശ്വരാണ് കുർബാനയല്ല. ഇന്നു മുതലേക്ക് വേറെ കുർബാന ചൊല്ലാൻ പറ്റത്തില്ല. ഇന്നു മുതൽ ക്രിസ്മസിന് ഒരുക്കമുള്ള കുർബാനയാണ്. നല്ല ഒരുക്കം, നല്ല കുടുംബ പ്രാർത്ഥന, വചനം വായിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശരിക്കും ആഗ്രഹിക്കണം മക്കൾ. ഒരു ദിവസം 365 ദിവസങ്ങളിൽ ഒരു ദിവസത്തിന്റെ പേരല്ല ക്രിസ്മസ്. എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ദിവസമായിട്ട് ക്രിസ്മസ് വാങ്ങണം. ഹല്ലേലൂയ. 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 അഭിഷേക വചസ്സുകൾ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ അഭിഷേകം നമുക്കറിയാലോ, യൂട്യൂബ് ചാനൽ, കോട്ടയം സെന്റ് ആൻസ് യൂട്യൂബ് ചാനലിൽ നമുക്ക് ഈ ഒരു ശുശ്രൂഷ പ്രത്യേക ക്രിസ്മസിന് ഒരുക്ക ധ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. നാളെ മുതൽ കൊല്ലത്ത് വാടി കടൽ തീരത്ത് നമ്മൾ കൺവെൻഷൻ, കൊല്ലം കൺവെൻഷനാണ്. നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്, പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിക്കും. നിങ്ങളെല്ലാവരും കൂടെ കൊല്ലത്തിനൊന്നും വരുമൊന്നും വേണ്ട. ആ കൊല്ലത്തുള്ള മക്കൾ, ആ പ്രദേശത്തുള്ളവർക്ക് വന്ന് കൺവെൻഷനിൽ പങ്കുചേരാം. എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 9 വരെ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം തേടുക. ഈ നാളെ മുതൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായും കൺവെൻഷനിൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുണ്ട്, 10-15 പേരുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. നാളെ മുതൽ ഞായറാഴ്ച രാത്രി 9:30 മണി വരെയുള്ള സമയം പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ഞായറാഴ്ച രാത്രി 9:30 എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 9 വരെ ശുശ്രൂഷ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം പ്രത്യേകമായിട്ട് നേടുക. ഹല്ലേലൂയ. 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 കൺവെൻഷന് വേണ്ടി ഒന്ന് സ്തുതിക്കാവോ മക്കളെ? കൊല്ലം കൺവെൻഷന് വേണ്ടി ഒന്ന് ഇരുകരങ്ങളും സ്തുതിച്ച് ദൈവത്തിന്റെ വചനം പെരുമഴ പെയ്യുന്ന പോലെ പെയ്യട്ടെ. ദൈവത്തിന്റെ വചനം അഗ്നിതാവായിട്ട് ഇറങ്ങട്ടെ. ആ ദേശം മുഴുവൻ ആത്മാവിനെ നിറയപ്പെടട്ടെ, അഭിഷേകത്തെ നിറയപ്പെട്ട് ശുശ്രൂഷകൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളും അഭിഷേകങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. ഹല്ലേലൂയ. 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 ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. നമ്മള് ധ്യാനത്തിലേക്ക് കടക്കുക. യെശയ്യാ വചനമാണ് നമുക്ക് ക്രിസ്മസിനുള്ള ഒരുക്ക വചനങ്ങളാണ് കർത്താവ് തന്നിരിക്കുന്നത്. 9-ാം അധ്യായം. എന്നാൽ ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം, ദുഃഖത്തിൽ ആണ്ടുപോയവരുടെ അന്ധകാരം. ഹല്ലേലൂയ. 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 ഞാനിന്നൊരു കാഴ്ച കണ്ടു. ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ കുട്ടിയുടെ അവളുടെ അപ്പൻ മരിച്ചു. നിങ്ങളെ മരണം എന്നൊക്കെ വിചാരിച്ച് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. നിങ്ങൾക്ക് ഒരു ഫീലും ഇല്ലാതിരിക്കുന്ന പോലെ തോന്നുക. എന്നാന്ന് എനിക്കറിയത്തില്ല. ഇന്ന് നിങ്ങളുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് എനിക്കൊരു വികാരം പോലും ഇല്ലാതിരിക്കുന്നവരെ പോലെ തോന്നുക.
അവളെ ഭർത്താവ് മരിച്ചൊരു സ്ത്രീയുടെ സങ്കടം ഒന്ന് ഓർത്തേ. അപ്പം മരിച്ചൊരു മകളുടെ ദുഃഖം, ഒരു മകളുടെ ദുഃഖം വല്ലാതാ. ഒരു പക്ഷേ ഒരു മകൻ ഇച്ചിരിയും കൂടെ കടന്നു പോകാൻ പറ്റും. പക്ഷെ ഒരു മകൾക്ക് അപ്പം മരിച്ച ദുഃഖം അങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. ഇനിയും പറയാം, സൈക്കാട്രിക് മെഡിസിൻ എടുക്കേണ്ടി വന്നു. മാനസികമായിട്ട് ദുഃഖത്തിലേക്ക് അവൾ കടന്നു പോവുക. മക്കളെ, അങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയത്ത് നമ്മുടെ പള്ളി വരുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചു. മക്കളെ, അവളിന്ന് വന്ന് കണ്ടപ്പോൾ പറയുമായിരുന്നു, ഇന്ന് അവൾ UK-ലാണ്. അവളവിടെ പോയി പഠിച്ച് നല്ല മിടുക്കിയായിട്ട് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അവൾ പഠിച്ച് പാസ്സായി. അവൾ പറയാം, അവൾക്ക് ഒന്നിനും കാത്തിരിക്കേണ്ടി വന്നില്ല. വീസ ഒറ്റ ആഴ്ച കൊണ്ടൊക്കെ കിട്ടിയെന്ന് അവൾ സാക്ഷ്യം പറയുന്നത്. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുക തമ്പുരാൻ. അവൾ അത്ഭുതത്തോടെ ആ മിടുക്കി പെണ്ണെന്ന് വന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ദൈവവൈതലേ, നീ എന്തുമാത്രം ഒരു ആത്മീയ രഹസ്യം പറഞ്ഞു തരട്ടെ. എന്തുമാത്രം നീ കുഴിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടോ അതിലും വലിയ ഉയർച്ചയിലേക്ക് നിന്റെ ദൈവം നിന്നെ ഉയർത്തിയിരിക്കും. ആത്മീയ രഹസ്യം അത്. തിന്നും കുടിച്ചും ജീവിക്കല്, പട്ടിണിക്കിരുന്ന അതുപോലത്തെ ഒരു വിരുന്നും നിനക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ട്. അത്ര വലിയ സുഖത്തിലേക്കൊന്നും പോകണ്ട മക്കളെ, എങ്കിൽ സ്വക്കം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സുഖമുണ്ട്. ആത്മീയ രഹസ്യം. നീ ഇന്ന് എന്തുമാത്രം സഹിക്കുന്നുണ്ടോ, എന്തുമാത്രം വേദനിക്കുന്നുണ്ടോ, എന്തുമാത്രം ദുഃഖിക്കുന്നുണ്ടോ, അതിലും വലിയൊരു ആനന്ദം, അതിലും വലിയൊരു അഭിഷേകം, അതിലും വലിയൊരു അനുഗ്രഹം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഒച്ചതി പറഞ്ഞ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. തിരുവചനം പഠിപ്പിക്കുക. ക്രിസ്മസ് എന്നാന്ന് പറയാ, ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ പൊട്ടിച്ചിരിയുടെ പേരാണ് ക്രിസ്മസ്. ദുഃഖിച്ചിരിക്കുന്നവന്റെ ആനന്ദ ഘോഷത്തിന്റെ പേരാണ് ക്രിസ്മസ്. ദുഃഖത്തിൽ ആണ്ടുപോയവളുടെ അന്ധകാരം നീങ്ങിപ്പോകും. ആദ്യകാലങ്ങളിൽ സെബലൂണിന്റെയും നഫ്താലിയും ഏറ്റവും അങ്ങേയറ്റത്തുള്ള പാവം പിടിച്ച മനുഷ്യരുടെ ദേശമാണ്, കോളനിയാണ്. ഇസ്രായേലിൻ്റെ കോളനികളുടെ പേരായി പറയണേ. എന്നും വഴക്കും ബഹളമൊക്കെയാണ്. അവിടെ സ്ലം കൂരപ്പനെ കിടക്കുന്നൊരു നല്ല പാലസ് കിടപ്പുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ ക്രിസ്മസ് തേടിപ്പോകുന്ന ആരെയാണെന്ന് നോക്കിയേ. എൻ്റെ മനസ്സിൽ വല്ലാതെ കൊള്ളുന്നൊരു തിരുവചനമായത് കേട്ടോ. ക്രിസ്മസ് തേടിപ്പോയത് ജെറുസലേമിലല്ല, നഫ്തലി, സെബലൂൺ ദേശങ്ങള്, കടൽ തീരത്തുള്ള പാവപ്പെട്ടവര്. ഹല്ലേലൂയ. How much miserable you are, the greater will be your blessing. നീ എന്തുമാത്രം സഹനത്തിലൂടെ, പ്രയാസത്തിലൂടെ, പ്രശ്നത്തിലൂടെ തിരുവചനം എടുത്ത് പിടിച്ച് ആ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാൻ ഹല്ലേലൂയ പാടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയൊക്കെ പറഞ്ഞവര് മരിച്ചു പോകത്തില്ല മക്കളെ. അങ്ങനെയൊക്കെ പറഞ്ഞവർ ഇന്നും ജീവിക്കുക. അവര് പാടിയ പാട്ടും അവരുടെ പ്രാർത്ഥനകളും ഇന്നും നിലനിൽക്കുകയാണ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ടവരാ. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? നിങ്ങൾ കേട്ടതാ, ഒരാൾ ചോദിക്കുന്ന നസ്രത്തിൽ നിന്ന്, അയാളുടെ കൊച്ചോ, ആ തച്ചന്റെ മകനോ? എന്തുമാത്രം നീ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ, എന്തുമാത്രം നീ താഴ്ത്തപ്പെട്ടിട്ടുണ്ടോ, ആ അവസ്ഥയിൽ നിന്ന് നിന്റെ ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിസംബർ 14 ജോൺ ഓഫ് ദ ക്രോസിന്റെ പെരുന്നാളായിരുന്നു. കുരിശിന്റെ വിശുദ്ധ യോഹന്നാന്റെ പെരുന്നാൾ കഴിഞ്ഞ ശനിയാഴ്ച. അവളെ ഒരു പാവപ്പെട്ട വീട്ടില് അപ്പം മരിച്ചു. വലിയ ദുരിതത്തില്, ദാരിദ്ര്യത്തിൽ, അനാഥൻ, ഒരു അനാഥ സ്കൂളിൽ പഠിച്ചവൻ. നമ്മളെ ചരിത്രം ഞാൻ പറയും, ലോക ചരിത്രത്തിലെ, സഭാചരിത്രത്തിൽ ഇതുപോലത്തെ ഒരു മനുഷ്യനില്ല. കണ്ടാക്കുള്ളൻ, 5 അടി പൊക്കം, എല്ലാവർക്കും പുച്ഛിക്കാൻ. അവൻ സക്കേവൂസ്. ബൈബിളിന്റെ ഒരുത്തരും അറിയാത്ത, ബൈബിൾ ഒന്നും അറിയാത്തവര് സക്കേവൂസിനെ അറിയാം.
ദൈവത്തിന്റെ വിസ്മയമായത്. ഹല്ലേലൂയ. ക്രിസ്മസ് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ അത്ഭുതമാ. മനുഷ്യന് ചിന്തിക്കാൻ പറ്റാത്ത ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യുന്നതിന്റെ പേരാണ് ക്രിസ്മസ്. ഹല്ലേലൂയ. 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 What is impossible becomes possible. That is Christmas. അസാധ്യമായത് സാധ്യമാക്കുന്നതിന്റെ പേരാണ് ക്രിസ്മസ്. ഹല്ലേലൂയ. 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 എന്നാൽ അവസാന നാള് there's a difference മക്കളെ. ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് പിമ്പും ഉണ്ട്. ബിഫോർ ക്രൈസ്റ്റ് BC, ആഫ്റ്റർ ക്രൈസ്റ്റ്, ഈ വ്യത്യാസമുണ്ട് വല്ലാത്തത്. ആദ്യകാലങ്ങളിൽ സെബലൂനും നഫ്താലിയും നിന്ദനത്തിന് ഇരയായെങ്കിൽ ഹല്ലേലൂയ, ഒരു രണ്ടാം പാദമുണ്ട് മക്കളെ. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിന് ഒരു രണ്ടാം പാദമുണ്ട്. നീ നരകിച്ച, ദുഃഖിച്ച, പട്ടിണിയിരുന്ന, ക്ലേശിച്ചൊരു കാലമുണ്ടെങ്കിൽ ഇനി നീ സമൃദ്ധിയിലാകാൻ പോകുന്ന, ഇനി നീ ബഹുമാനിക്കപ്പെടാൻ പോകുന്ന, ഇനി നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന ഒരു രണ്ടാം പാദം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്ക, നിങ്ങൾ ഇവിടെ പള്ളിയിലിരിക്കും ഒന്നാം പാദം, ഇവിടുന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു രണ്ടാം പാദമുണ്ട്. ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം നിന്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുന്നൊരു സമയം. ഹല്ലേലൂയ. 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 ഒച്ചത്തി പറ ഹല്ലേലൂയ. 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 എന്നൊരു മകള് സാക്ഷ്യപ്പെടുത്തുന്നത് കണ്ടു. അമേരിക്കയിലെ കൊച്ച്, അവളൊരു ആക്സിഡന്റ് പറ്റി, കാലൊടിഞ്ഞു. അവള് തമാശയൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കുക. പക്ഷെ പെട്ടെന്ന് നമുക്ക് ഫിറ്റ്സ് വരാൻ തുടങ്ങി. അപ്പോഴാ എന്തൊക്കെ പണികൾ നമുക്കറിയാം. എല്ലിൻ്റെ അകത്തുനിന്ന് ഫാറ്റ് കയറി ബ്രെയിനിൽ ചെന്ന് ബ്രെയിൻ ബ്ലോക്കായി പോയി. കൊച്ചു വെന്റിലേറ്ററിലോട്ട് പോയി. അവിടെ കിടന്ന് ന്യൂമോണിയ പിടിച്ചു, പ്ലസ് കോവിഡ് പോസിറ്റീവായി. എങ്ങനെയുണ്ട്? മരണത്തിന്റെ താഴ്വരയിൽ നിൽക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ആന്റി കർത്താവിന്റെ വിമലഗിരി കത്തീഡ്രലിൽ വന്ന് അവള് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരുവാണെങ്കിൽ നന്നായിട്ട് തിരിച്ചു തരാവുള്ളൂ. അവളെ നന്നായിട്ട് തിരിച്ചു തന്ന് ഞാൻ ആയിരങ്ങളുടെ മുമ്പിൽ നിന്ന് നിനക്ക് മഹത്വം പറയും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ വിമലഗിരി കത്തീഡ്രലിൽ വന്ന് ആ ആന്റി വന്ന് സാക്ഷ്യപ്പെടുത്തി, കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ കുഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് നല്ല ആരോഗ്യത്തോടെ പൂർണ്ണ സൗഖ്യത്തോടെ എൻ്റെ കുഞ്ഞ് ഇതാ തിരിച്ച് ഭവനത്തിലെത്തിയിരിക്കുന്നു. മക്കളെ, ലോജിക്കില്ല ഇതിനകത്ത്. ദൈവത്തിന് ലോജിക്കില്ല. God doesn't deal with brain also. നമ്മുടെ ബുദ്ധിയല്ല. ഡോക്ടർ തന്നെ പറഞ്ഞു അവളെ നോക്കിയ ഏതോ ഡോക്ടർ അല്ല റേഡിയോളജിസ്റ്റ് നോക്കിയിട്ട് പറയുക, ഏതാനും കേസുകൾ ഇങ്ങനെ വന്നിട്ടുള്ളൂ. നിങ്ങൾ ചോദിക്കാവോ, എല്ല് പൊട്ടിയിട്ട് എല്ലിനകത്തൊരു ചോരയെ കൂടെ കയറിപ്പോയ കഥ. ഞാൻ വളരെ ഇത് പച്ചയ്ക്ക് പറയാമെന്ന് എനിക്കറിയാം. കേൾക്കുന്ന ഡോക്ടർമാർ ചിരിക്കുന്നുണ്ടാകും. എനിക്ക് മനസ്സിലായി, ഞാൻ നാടൻ ലേമൻ ലാംഗ്വേജ് ഞാൻ പറഞ്ഞതേ ഉള്ളത്. ഡോക്ടർ ഇന്ന് വരെ ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല ഇങ്ങനൊരു അവസ്ഥ വന്നിട്ടുള്ളത്. ഈ ഫാറ്റ് കയറിയാൽ ബ്രെയിനിൽ ബ്ലോക്ക്, ഹാർട്ടിന് ബ്ലോക്ക്. മക്കളെ, ദൈവത്തിന്റെ സന്നിധി നിലവിളിച്ച, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തീരുമാനമെടുത്ത, ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു പ്രതിജ്ഞ എടുത്താൽ ഇതാ അവസാന നാളുകളിൽ സെക്കൻഡ് ഫേസ്. മക്കളെ, എല്ലാവരുടെയും ജീവിതത്തിനൊരു സെക്കൻഡ് ഫേസ് ഉണ്ട്. അടിച്ച് തകർത്ത് മറിച്ച് നടന്ന ഒരു ഫസ്റ്റ് ഫേസ് ഉണ്ടാകുന്ന നിന്റെ ജീവിതത്തിന്. പക്ഷേ തമ്പുരാൻ തരുന്നൊരു സെക്കൻഡ് ഫേസിൽ നീ രക്ഷയോട് ചേർന്ന് നിൽക്കുന്ന, അനുഗ്രഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവ പൈതലായിട്ട് നീ മാറും. ഒച്ചതി പറഞ്ഞേ ഹല്ലേലൂയ. ഒച്ചതി പറ ഹല്ലേലൂയ. അവസാന നാളുകളിൽ that's the first and last. That's the first and last മക്കളെ. ഉണ്ട്, കടന്നുപോയൊരു കാലമുണ്ട്. നൊമ്പരത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ തകർച്ചയുടെയോ ഒക്കെ ഒരു കാലം. ഹല്ലേലൂയ. 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 That's the second phase. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഒരു രണ്ടാം പാദമുണ്ട്.
ദൈവത്തിൽ ആശ്രയിക്കുന്ന മക്കൾക്കൊരു രണ്ടാം പാദമുണ്ട്. ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രണ്ടാം പാദമുണ്ട്. ഹല്ലേലൂയ. പറയുക ഇതാ. എന്നാൽ അവസാന നാളുകളിൽ സമുദ്രത്തിലേക്കുള്ള പാത. ആരാ പോകുന്നത്? മീൻ പിടിക്കാൻ പോകുന്നവര്. സമുദ്രത്തിലേക്കുള്ള പാത, അപരിഷ്കൃതമായ പാത, യോർദാൻ അക്കരെയുള്ള ദേശം, കള്ളന്മാർ താമസിക്കുന്നവർ. നമ്മുടെ നാട്ടിലെ ചില ദേശങ്ങളില്ലേ, ആളുകൾ ഒളിച്ചു പോയി താമസിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ ഇല്ലേ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. 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 ജനതകളുടെ ഗലീലി, ഗാലിലി ഓഫ് ദ ജ്യൂസ് ഉണ്ട്. നല്ല മിടുക്കന്മാരുടെ ഗലീലി ഉണ്ട്. നല്ല കൊട്ടാരങ്ങളുള്ള ഗലീലി ഉണ്ട്. കൂര കെട്ടി താമസിക്കുന്നവരുണ്ട്. അതാണ് ജനതകളുടെ ഗലീലി. കേൾക്കണോ? ജനതകളുടെ ഗലീലിയെ അവിടുന്ന് മഹത്വപൂർണ്ണമാക്കും. ഹല്ലേലൂയ. വലതുകരെ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. വലതുകരെ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. നീയാ ജനതകളുടെ ഗലീലി ആണെങ്കിൽ, ഇന്ന് വരെ ആരും മാനിക്കാത്ത ഒരു വ്യക്തി, ഇന്ന് വരെ തകർക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നീയെങ്കിൽ, നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ദൈവം ഇടപെടാൻ പോവാ. ഹല്ലേലൂയ. അച്ഛത്തി പറഞ്ഞ ഹല്ലേലൂയ. വലതുകരെ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. അവങ്ങളെ ജനതകൾ ആർക്കും വേണ്ടാത്ത പുറംപോക്ക്. അവനൊരു പുറംപോക്കാന്ന് പറയത്തില്ലേ? അവനൊരു പുറംപോക്കാന്നൊക്കെ പറയത്തില്ലേ? നിന്റെ പുറംപോക്കിലേക്ക് വലതുകരെ നിർത്തി ഹല്ലേലൂയ. 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 അവങ്ങളെ പുറംപോക്കിലാ ദൈവം വരാൻ പോകുന്നത്. കൊട്ടാരത്തിലല്ല, സത്രത്തിലല്ല, കാലിത്തൊഴുത്തില്, പുറംപോക്കില്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തു അവിടെ വരുവടാ കൂട്ടാ. ക്രിസ്തു അവിടെ വരുവടാ പോലെ. നിന്റെ പുറംപോക്കിൽ നിന്റെ ദൈവം വരോ. നിന്റെ രക്ഷകൻ വന്നിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പം നിങ്ങൾക്ക് ഒരു വികാരമൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഫീൽ ചെയ്യണം. ക്രിസ്മസ് ഒരു മൺപ്രതിമ എടുത്തുകൊണ്ട് നടക്കുന്നു അല്ല, അതിനൊക്കെ അപ്പുറത്താടപ്പ. അറിയാതെ നീ ആനന്ദിക്കുന്ന, അറിയാതെ നീ സ്തുതിക്കുന്ന, നിന്റെ ജീവിതത്തിലേക്ക് രക്ഷ കടന്നു വരുന്ന. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം, കുടുംബമൊക്കെ ഇരുട്ടില്ല, ഭാര്യയും ഭർത്താവും വഴക്ക, സ്നേഹമില്ലാത്ത അവസ്ഥ, സഹോദരൻ കണ്ടാൻ മിണ്ടത്തില്ല, തകർന്നിരിക്കുക. ബിസിനസ്സിലെ പാർട്ട്നേഴ്സ് ചതിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചതിച്ചുകൊണ്ടിരിക്കുക. അയലോക്കക്കാർ തമ്മിൽ കേസ് കൊടുത്തുകൊണ്ടിരിക്കുക. പറയാ അന്ധകാരത്തിൽ കഴിഞ്ഞ് എന്നും പാപം. കഴിഞ്ഞ ദിവസം ആരെയെ പറ്റി പറയുന്നത് കേട്ടു, ഒരു കുടുംബത്തെ പറ്റി. അവിടെ എന്നും വഴക്കാണച്ചു. കള്ളു കുടിച്ച് എന്നും വഴക്കാ വീട്ടില്. ആരും ആ വീട്ടിൽ ഭാര്യ വിളിച്ച് തല്ലും. അവളെന്നും കിടന്ന് നിലവിളിക്കും. ഒറ്റ കുഞ്ഞാ വീട്ടിലോട്ട് ചെല്ലത്തില്ല. കാരണം അവിടെ അത് പതിവാണ്. ദൈവം വലിയവനാ. ആ വീട് വിപ്പിച്ചു ദൈവം. ഇനി വേറൊരിടത്ത് ചെല്ലുമ്പോൾ അവരുടെ പൊട്ടീന് കിട്ടും. ആ നാട്ടുകാർക്ക് അവൻ പ്രിയങ്കരനായിരുന്നു. അവൻ വീട് വെച്ചു. പിന്നെ ആളുകൾ വിചാരിച്ചു പോട്ടെ, അവന് കള്ളുകൂടിയുള്ളതാ. വേറൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അവൻ പഠിച്ചോളും. ദൈവമക്കളെ, ദൈവഗീതത്തിൽ ചേരാത്തൊരു ജീവിതം നിന്റെ വീട്ടിൽ ജീവിച്ചാലുണ്ടല്ലോ, നിന്റെ വീട് വിൽക്കേണ്ടി വരും. ദൈവഗീതത്തിൽ ചേരാത്തൊരു ജീവിതം നിന്റെ ജോലി മേഖലയിൽ തുടർന്നാലുണ്ടല്ലോ, നിന്റെ ജോലി നഷ്ടപ്പെടും. ഇതൊരു ആത്മീയ രഹസ്യമാണ്. ഹല്ലേലൂയ. 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 അവളെ അച്ഛൻ ദൈവഗീതത്തിൽ ചേർന്ന ജീവിതം, അച്ഛനെ പൗരോഹിത്യത്തിൽ കർത്താവ് വെളിയില്ല. കേട്ടോ പറഞ്ഞത്? ഞാൻ അതിനെ പറ്റി പറയണ്ടേ? ഒരു പുരോഹിതന് ചേരാത്ത ജീവിതം ഞാൻ നയിച്ചു കഴിയുമ്പോഴേ ടപ്പേന്ന് പറഞ്ഞ് വെളിയോട്ട് വിടും. ഒരു സന്യാസിനി സന്യാസത്തിൽ ചേരാത്ത ജീവിതം നയിക്കുമ്പോഴേ വെളിക്കളയും. ഒരു കുടുംബനാഥ കുടുംബത്തിൽ ചേരാത്ത ജീവിതം നയിക്കുമ്പോണ്ടല്ലോ, ആ കുടുംബം പൊട്ടിപ്പിളരും. ആരോടാണോ ഇതൊക്കെ പറയുന്നത്? ഒന്ന് തിരിച്ചറിയണം. പുരോഹിതൻ ക്രിസ്തുവിനോട്, അൾത്താരയോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. കന്യാസ്ത്രീ ക്രൂശിതനായ ക്രിസ്തുവിന്റെ മുറിവുകളെ തന്റെ ശരീരത്തിൽ പേറണം. അല്ലെങ്കിൽ മാറ്റികളെ വടിച്ചുകളെ. ഇങ്ങനെ ചായയുടെ മുകളിൽ പതയിരിക്കും, തട്ടിക്കളയത്തില്ലേ എന്ന് പറയുന്ന പോലെ ഊതിക്കളയും നിന്നെ. അല്ലെ ചായ ഇങ്ങനെ അഴിച്ചു വരുമ്പോഴത്തെ ഊതിക്കളയത്തില്ലേ?
അവളെ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോണ്ടല്ലോ നിനക്ക് കിട്ടുന്നൊരു വിലയുണ്ട്, നിനക്ക് കിട്ടുന്നൊരു കരുത്തുണ്ട്, നിനക്ക് കിട്ടുന്നൊരു മാധുര്യമുണ്ട്, നിനക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്, നിനക്ക് കിട്ടുന്നൊരു ആനന്ദമുണ്ട്. ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ, വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായൊരു പ്രകാശം കണ്ടു. കൂരിരുട്ടിൻ്റെ ദേശത്ത്, സൂര്യനുദിക്കാത്തൊരു ദേശം. കഴിഞ്ഞ ദിവസം ആരോ വന്നിട്ട് ഫിൻലൻഡിന് പോവുക. ഫിൻലൻഡിൻ്റെ പ്രത്യേകത അറിയാവോ? അവിടെ ഫുൾ ടൈം നട്ടുച്ചയാണ്. 24 മണിക്ക് അവിടെ സൂര്യൻ അസ്തമിക്കുന്നില്ല. അന്റാർട്ടിക്ക അങ്ങേ അപ്പുറത്ത് ഭൂമിയുടെ അറ്റവങ്ങാണ്ടായി ഫിൻലാൻഡ് എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് മുഴുവൻ ഇരുട്ടാണ്. അപ്പോൾ ഇന്നലെ പോകുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു വെച്ചോ, അത് ഫുൾ ടൈം ഇരുണ്ട കർട്ടനിട്ടാലേ കിടന്ന് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അവിടെ സൂര്യപ്രകാശം ഭൂമിയുടെ അറ്റത്ത് നിൽക്കില്ല, അപ്പം പ്രകാശം എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുക. ചില ദേശങ്ങളുണ്ട് മക്കളെ, സൂര്യൻ 1 മണിക്കൂറും 2 മണിക്കൂറും മാത്രം തല കാണിക്കുന്ന ചില ദേശങ്ങളുണ്ട്. സൂര്യൻ തല കാണിക്കാത്ത ദേശമുണ്ട്. കർത്താവ് പറയുക, അങ്ങനെയുള്ള ദേശത്ത് കർത്താവ് നീതി സൂര്യൻ. ഒന്ന് സന്തോഷിക്കാനൊരു കാര്യമില്ല, സന്തോഷിക്കാനൊരു കാരണമില്ല. സങ്കടമുണ്ട് ചിലപ്പോഴൊക്കെ. ചിലരൊക്കെ ഒന്ന് പറയുമ്പോഴേ, ഒരാൾ കാലൊടിഞ്ഞ് കിടക്കുന്നു, വേറൊരാൾ ക്യാൻസറായിട്ട് കിടക്കുന്നു. ഒരു വീട് മുഴുവനൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മളെ ഹൗ ഫോർച്ചുനേറ്റ് യു ആർ. ഒരു തലവേദന, ഒന്ന് വയറ്റുവേദന വന്നതെന്നൊക്കെ പറയുമ്പോഴേ, ഒരു വീട്ടിൽ 3 പേര് കിടപ്പ്, ആകപ്പാട് ആരോഗ്യമുള്ള അമ്മയ്ക്ക് ക്യാൻസർ. അതൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? ഈ ഞായറാഴ്ച അച്ഛൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ കഥയാണ് ഞാനീ പറയണേ. എങ്ങനെ ആശ്വസിപ്പിക്കും? പ്രാർത്ഥിക്കുക എന്ന് പറയാന്നല്ലാതെ എന്ത് പറയണത്? സത്യത്തിൽ നിങ്ങളുടെ വീട്ടിൽ ആരിലും കിടപ്പുണ്ടോ മക്കളെ? ദിവസവും മരുന്നെടുക്കുന്ന ആര്? ദൈവത്തിന് എന്തോരം നന്ദി പറയണമെന്നറിയാവോ? നമുക്കൊന്നും എല്ലാം ഇങ്ങനെ നിൽക്കുക. എല്ലാം മക്കളെ നന്ദി പറഞ്ഞു, പിന്നെ അന്നേരം കുറ്റം പറയാനും അവരെ ഇവരെ കുശുമ്പ് പറയാനും നമുക്കൊരു നേരം കിട്ടത്തില്ല. എന്തോരം പ്രിവിലേജിലാണെന്നറിയാം നമ്മൾ. എന്തുമാത്രം അനുഗ്രഹമാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നറിയാവോ? ഞാൻ കണ്ട വേറൊരു കുഞ്ഞ് പറയുന്ന, അവർ കേൾക്കുന്നുണ്ടാവും, ഞാൻ ക്ഷമിക്കുക, ഞാൻ ഒരു അനുഗ്രഹത്തിൻ്റെയും പറയുന്ന ബുദ്ധിവൈകല്യമുള്ള കുട്ടി. മറ്റൊരു കുട്ടി സൈക്കാട്രിക് കൊച്ച്. 2 ആൺപിള്ളേരാ വീട്ടിൽ. ഹല്ലേലൂയ. ഇവിടെ സ്ഥിരം വരുന്നൊരു അപ്പനുണ്ട്. 2 പിള്ളേരാ. അപ്പനൊപ്പം വളർന്ന 2 പിള്ളേർ. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു 2-3 മാസം മുമ്പ് ഞാൻ ചോദിച്ചു, മോനെന്തിയെ? വെന്റിലേറ്ററില്ല, മെഡിക്കൽ കോളേജിൽ കിടക്കുക. മറ്റവനെന്തിയെ? അവനെ വീട്ടിൽ പൂട്ടിയിട്ടേക്കുക. നമ്മളൊരു സാധാരണ കൂലിപ്പണി ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കണേ. നമ്മളെ ഐ മിനിസ്റ്ററിങ് ദോസ് പീപ്പിൾ. എനിക്കറിയാം ഇവിടെയുള്ള അച്ഛന്മാർ ശുശ്രൂഷിക്കുക ഇങ്ങനെയുള്ളവരെയാ. എടാ കൊച്ചേ, നിവർത്തിയില്ല. കർത്താവേന്ന് വിളിക്കാതെ നിവർത്തിയില്ല. ഈശോ എത്ര പേരെ പറഞ്ഞിരിക്കുന്നത്? ഈ ആഴ്ച ഒരാൾ ആത്മഹത്യ തന്നെ. ആത്മഹത്യയുടെ വക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുമ്പോഴത്തേനാണ് എത്രയോ വർഷം മുമ്പ് ആദ്യമായിട്ട് അവിടെ വരുന്നത്. ആദ്യമായിട്ട് ഇവിടെ വരിക പെന്തക്കോസ്ത് സഭയിലെ ഒരാളാണ്. ഇപ്പൊ കത്തോലിക്ക സഭയുടെ ശുശ്രൂഷയ്ക്ക് പോകുന്ന പരിപാടിയില്ലല്ലോ. ഇവിടെ വന്ന മാതാവും യോസേപ്പ് പിതാവും രൂപവും കുരിശും ഒക്കെയാണ്. ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഇവിടെ വന്ന അന്ന് ഞാൻ രക്ഷപ്പെട്ടു. അന്ന് മുതൽ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു കരുണയുടെ തിരുസ്വരൂപവും ജപമാലയും കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ നടക്കുന്നത്. അതാ പറഞ്ഞ മക്കളെ, ക്രിസ്തു സമീപസ്ഥമായിരിക്കുന്നത് തകർന്നു നുറുങ്ങിയ ഹൃദയത്തിനാണ്. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു. ബ്ലെസ്സിങ് വരാൻ പോവുക. മക്കളുണ്ടാകുന്ന അനുഗ്രഹമാണ് പഴയ നീ പറയാ. ഇതാ നീ ജനതയെ വർദ്ധിപ്പിച്ചു. അവർക്ക് അത്യധികമായ ആനന്ദം, ഓവർഫ്ലോയിങ് ജോയ്, അബൗണ്ടിങ് ജോയ് കർത്താവ് അവർക്ക് നൽകി. ഹല്ലേലൂയ. ഇരിക്കുമ്പോൾ ചിരിക്കാൻ തോന്നുക. സ്തുതിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിച്ച് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. ട്രൂ വർഷിപ്പ് മക്കളെ. ഇങ്ങനെ ഈശോയെ പറ്റിയൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈശോ ഓർക്കുമ്പോൾ കരയുന്ന മനുഷ്യരെ നമ്മളെല്ലാം, പക്ഷെ പൊട്ടിച്ചിരിക്കുക.
ഈശോയെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക. സങ്കീർത്തനം പറയുന്നില്ല, അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിക്കുന്നവരെ പോലായിരുന്നു. ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് വരുമ്പോൾ ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ, മനോഹരമായിട്ടുള്ള പാട്ടല്ലേ, ബാബിലോൺ തീരങ്ങളിൽ. അതല്ലല്ലോ, ഇതാ പറയുന്നില്ലേ, ഞങ്ങൾ പ്രവാസത്തിൽ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചിരിക്കുന്നവരെ പോലായിരുന്നു. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 126 കർത്താവ് പ്രവാസികളെ, സങ്കീർത്തനം 126, കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു. സങ്കീർത്തനം പാടിക്കൊടുക്കുക, പൊട്ടിച്ചിരിച്ചോണ്ട് സങ്കീർത്തനം പാടുക. ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. ഹല്ലേലൂയ. ശരിക്കും കർത്താവിന് മുമ്പിൽ ചിരിക്കുന്നവര് അവരാണ് ഏറ്റവും വലിയ ആരാധന. അതാണെന്ന് എനിക്ക് തോന്നുന്നത്. കർത്താവിന് മുമ്പിൽ ചിരിച്ച് കൈയടിച്ച് തുള്ളിച്ചാടി നൃത്തം ചെയ്ത് അതുപോലത്തെ ഒരു ആരാധനയൊന്നും ഇല്ല മക്കളെ. നമ്മൾ സ്റ്റാൻഡേർഡ് ആരാധനക്കാരായതുകൊണ്ട് നമുക്ക് കൈയടിക്കാനും ബുദ്ധിമുട്ടാണ്, ഒന്ന് പൊട്ടിച്ചിരിക്കാനും ഒന്ന് നൃത്തം ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. ദൈവങ്ങൾ എഴുന്നേറ്റ് ഇരുകരങ്ങൾ തമ്പുരാന്റെ പക്കലേക്കിട്ട് നീട്ടിപ്പൊളിച്ച് ക്രിസ്മസിന്റെ വലിയ ആനന്ദം, ക്രിസ്തുവിന്റെ വലിയ ആനന്ദം, ഇരുട്ട് നീങ്ങിപ്പോയതിന്റെ ആനന്ദം, രോഗം മാറിപ്പോയതിന്റെ ആനന്ദം, സങ്കടം നീങ്ങിപ്പോയതിന്റെ ആനന്ദം, ദുഃഖം അകന്നു പോയതിന്റെ ആനന്ദം. സ്തുതിച്ച മക്കളെ സ്തുതിച്ച് ഈശോയെ അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ, അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാം